പപ്പടം വറക്കാം, പപ്പടം. ഒതുങ്ങിയെല്ലാം കഴിഞ്ഞല്ലോ പപ്പടം. അപ്പോൾ നിങ്ങളെല്ലാവരും സദ്യ ഒരുക്കുകയോ? എല്ലായിടത്തും സദ്യ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ സദ്യ ഉണ്ടെന്ന് തോന്നുന്നു, ചില സ്ഥലങ്ങളൊക്കെ വിഷുക്കഞ്ഞിയാണ്. പാലക്കാടൊക്കെ വിഷുക്കഞ്ഞിയാൽ ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം, ഒരു പരിപ്പൊക്കെ ഇട്ട് അങ്ങനെ കഞ്ഞി ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു. അതേപോലെ ചില സ്ഥലത്ത് വിഷുക്കട്ട ഉണ്ടാക്കും അല്ലേ, ചോറും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം അങ്ങനെ. പക്ഷേ ഞാൻ എല്ലാ വർഷവും സദ്യയാണ് കേട്ടോ ഉണ്ടാക്കാറ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കറിയൊക്കെ വെച്ച് വിഷു ഞങ്ങളത് നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. അതേപോലെ ഞാനും എല്ലാ കറികളും വെച്ചായിരുന്നു കേട്ടോ. കടുമാങ്ങയുണ്ട്, നാരങ്ങ, ഇഞ്ചി. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് മധുരപ്പച്ചടി. അത് ഞാൻ ഒഴിച്ച് കൂട്ടത്തേയില്ല, കാരണം എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ കൊണ്ട്. മുന്തിരിങ്ങ ഇടാൻ ഞാൻ മറന്നുപോയി ഗൈസ്, എല്ലാം കഴിഞ്ഞിട്ടാണ് മുന്തിരിങ്ങ ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അതിൻ്റെ മുന്തിരിങ്ങ ഇട്ടാലും ആ ഭംഗിക്കേ ഇടത്തുള്ളൂ. മുന്തിരിങ്ങ ഞാനും മീനൂട്ടനും കഴിക്കത്തില്ല, അതിലെ ഇടത്ത് ഞങ്ങൾ മാറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിൾ മാത്രം ഇട്ട് വെച്ചു. പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ടൊരു മെഴുക്കുവരട്ടി വെച്ച്. മെഴുക്കുവരട്ടി നന്നായിട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തൊരു മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടാമേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും, ഞാനും മീനൂട്ടന് മാത്രമേ, എല്ലാവരും ഒന്നുമില്ല, ഞാനും മീനൂട്ടന് മാത്രമേ ഉള്ളൂ. ഏട്ടനില്ല, ഏട്ടൻ അങ്ങനെയോ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ അടിപൊളിയായിട്ട് സദ്യയെല്ലാം കഴിച്ചു. നിങ്ങളും ഇതേപോലെ കഴിച്ചെല്ലാം കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ളപ്പോൾ എല്ലാം ഒരുക്കി കൊടുത്ത് അവരതെല്ലാം കഴിക്കുന്ന കാണുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അത് വേറെ ഒന്നും തന്നെ. ഇവരിനി എല്ലാവരും പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ അവർ ആ സദ്യയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അവരത് കഴിക്കും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയ പാടാ, ചൂടത്ത് വലിയ ഉണ്ടാക്കാൻ വലിയ പാടാണൊക്കെ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ കഴിച്ച് അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴല്ലോ നമ്മുടെ മനസ്സ് നിറയും, നമ്മൾ ഹാപ്പിയാകും. അങ്ങനെ ഞാൻ സേമിയ ഉണ്ടാക്കിയായിരുന്നു, പ്രഥമൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ സേമിയ വലുതായിട്ടൊന്നും കഴിക്കത്തൊന്നുമില്ല. ഞങ്ങൾ നാളെ എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ളത് മാത്രമേ ഞങ്ങൾ റെഡിയാക്കിയിട്ടുള്ളൂ. ഇന്നുകൊണ്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. അപ്പം ഞങ്ങൾ സേമിയയും പാൽപ്പായസം അല്ലല്ലോ, സേമിയ പായസവും പ്രഥമനും ഒക്കെ കഴിച്ച് വയറെല്ലാം ഫുള്ളായി ഗൈസ്. ഇരുന്നിടത്തൊന്നും എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയ്ക്ക് നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ നിങ്ങളും ഇതേപോലെ എല്ലാവരും സദ്യയെല്ലാം കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഇത് അനിയൻ്റെ 2 മക്കളാണ്, അവരും കൂടെ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഒക്കെ പറയാനുണ്ടോ. കൊച്ചുകൊണ്ടുണ്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര ചിരിയും കളിയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ വിഷു ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി വിഷു. നിങ്ങൾ ഇതേപോലെ എല്ലാം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇവർ ഭയങ്കര തയ്യാറെടുപ്പ് ഹാപ്പി വിഷു പറയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.